ഗൾഫ് തിരിഞ്ഞ് സൈറ്റിൽ വരും, നല്ല വില തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കടം തീർത്ത് കഴിഞ്ഞാലും നല്ലൊരു തുക ബാങ്കിൽ ഇടാനുണ്ടാവും. അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യാമല്ലോ. അല്ലാതെ പണമൊന്നും അച്ഛന്റെ കയ്യിൽ ഇല്ല മോളെ. ഇല്ലെങ്കിൽ ഞാൻ വല്ല എന്തെങ്കിലുമൊക്കെ വിൽക്കണം. എന്താച്ചാൽ അച്ഛന്റെ യുക്തി പോലെ തീരുമാനിച്ചോളൂ. അവനോടൊന്ന് ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്ത അത് അതിലേറെ കുഴപ്പമാവും. ഇവൻ ചെയ്യുന്ന വയ്യാവേലക്കെല്ലാം ഞാനല്ലേ സമാധാനം പറയേണ്ടത്? ഞാനല്ലേ അവന്റെ തന്ത? 1-2 രൂപ അല്ലെങ്കിൽ ഇത്രയും കടം കൊടുത്ത് തീർത്തിട്ടൊന്നും ആ വീട്ടിൽ മനസ്സമാധാനത്തോടുകൂടി കയറി താമസിക്കാൻ പറ്റുന്നു എനിക്ക് തോന്നണില്ലേ അമ്മ. അച്ഛൻ അതങ്ങടെ ഉറപ്പിച്ചോളൂ. അവനെവിടെ? എന്നാലും അവനോടൊന്ന് ചോദിക്കാതെ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പറഞ്ഞേക്ക്. അവരുമായിട്ട് സംസാരിക്കുമ്പോ അവനെങ്ങാനോടെ വന്നാൽ എല്ലാ കുഴയും. എന്റെ കുട്ടി വല്ലാണ്ട് മോഹിച്ചു പോയി. ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പേ നിനക്കെങ്കിലും അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കായിരുന്നില്ലേ? ഈ വാടക വീട്ടിൽ നിന്നൊന്ന് മാറി താമസിക്കാലോന്ന് ഞാനും വല്ലാണ്ട് മോഹിച്ചു പോയി അമ്മ. ബാലനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അതിമോഹം ആ നീ സ്കൂളിലേക്കായിരിക്കും. അല്ലച്ചാ, ഞാൻ പണിസൈറ്റിലേക്കാ. ബാത്റൂമിലേക്കുള്ള ടൈൽസ് വാങ്ങിച്ചോ? ഇല്ല. അടുക്കളയിലേക്കുള്ള പെയിന്റോ? അത് ഞാൻ ഉച്ചയ്ക്ക് ടൗണിൽ പോകണുണ്ട്, അപ്പം വാങ്ങിക്കാം. നീ എത്ര ദിവസമായി ഇപ്പൊ സ്കൂളിൽ പോയിട്ട്? അതെ, എപ്പോഴൊന്നും പോണ്ട, ഞാൻ ഒപ്പിടുന്നുണ്ടല്ലോ. ഈ സർക്കാർ തരുന്ന ശമ്പളം ജനങ്ങൾ കൊടുക്കുന്ന നികുതിയാ. അത് ഇടയ്ക്ക് കയറി ചെന്ന് കോളം നിരത്തി പിടിച്ച് ഒപ്പിട്ട് വാങ്ങി തിന്നാൽ വാക്ക് ചിലപ്പോ ചെറിയ രുചി വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നീ ഉച്ചവരെയെങ്കിലും സ്കൂളിൽ ചെല്ലേ. എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങി ജനലിലുള്ള വിചാരിയും വാങ്ങി നേരെ സൈറ്റിലേക്ക് വാ. നീ വന്നിട്ടേ ഞാൻ പോകൂ. അല്ല അച്ഛാ, ഞാൻ ഇനിയും ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലെന്നാണോ? അല്ല പോവാ. വീട് വിക്ക്. അച്ഛൻ എന്ത് പ്രാന്താണ് ഈ പറയണത്? കടം വന്നു വിചാരിച്ച ആരെങ്കിലും പണി കഴിയാറായി വീട് വിക്കു വച്ചാ? തന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടാവും. അതിന് ഈ നാണം കെട്ട വഴി അല്ലാതെ വേറെ ഒന്നും കണ്ടില്ലേ താൻ? ടോണ് മാറില്ലോ ഗഡി. ഇപ്പൊ എങ്ങനെയുണ്ട്? ചിരിക്ക നീ. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാ. ഒരു ഉപകാരം ചെയ്താലേ ഇതൊക്കെ തന്നെ ഉണ്ടാവും. തന്റെ വീട് വിപ്പിക്കണമെന്നൊന്നും നമുക്ക് താല്പര്യമില്ലാട്ടാ. ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് തന്റെ അച്ഛൻ വന്നപ്പോ ഞങ്ങളത് കേട്ടു, അത്രേ ഉള്ളോ. താൻ വീട് വിൽക്കേ, കയറി താമസിക്കേ, തീ കൊളുത്ത് എന്തുട്ട് വേണമെങ്കിൽ ആയിക്കോട്ടാ. പിന്നെ നോക്കിയേ, ചൊള എണ്ണി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വാങ്ങാനും പൊറിഞ്ചുനും അറിയാട്ടാ. മിസ്റ്റർ, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. നിങ്ങൾക്ക് ആവശ്യം പണമല്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണാ പൈസ ബാക്കിയില്ലാതെ നിങ്ങളുടെ പണം നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ എത്തിയിരിക്കും. നിങ്ങൾ പോണം. അങ്ങോട്ട് വാട്ടാ. നിന്റെ വീട് വിൽക്കുക എന്നുള്ളത് ഞാനെടുത്ത തീരുമാനമല്ല. അത് നീ എന്നെ കൊണ്ട് എടുപ്പിച്ച തീരുമാനമാണ്. അത് നീ മറക്കണ്ട. ഇപ്പൊ നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഒരു വീടെന്ന മോഹം നിന്റെ മനസ്സിലുണ്ടായിട്ട് ഇപ്പൊ 2-3 വർഷമായി കാണൂ. പക്ഷേ ഒരു മകനെ കുറിച്ചുള്ള അച്ഛന്റെ മോഹത്തിന് അവനോളം പ്രായം കാണും. എടാ, വയസ്സായതിന്റെ അമ്മയെ സഹായിക്കാൻ ഒരു 4 ദിവസമെങ്കിലും നിന്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടോ? നീ ഈ കടം എങ്ങനെ വീട്ടും? കടക്കാർ വന്ന് കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ചിട്ട് പോകുമ്പോ കോൺക്രീറ്റ് കെട്ട കലത്തിലിട്ട് വേവിച്ച് നീ നിന്റെ മക്കൾ കൂടെ തിന്നുവോ? അതോ ഗ്രാനൈറ്റും ടൈൽസും കൂടെ പുഴുകി തിന്നുവോ? ബാലേട്ടാ, ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കണ്ട. വരും. അച്ഛൻ ഇത്ര ഉത്സാഹം കാണിച്ചത് വീട് വിൽക്കാനാണെന്ന് ഞാൻ കരുതിയില്ല. കടം വന്നു പോയതല്ലേ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം വരുത്തിയതല്ലോ. ഒരു ദിവസം നമ്മുടെ ആ വീട്ടിലൊന്ന് കൂടിയിട്ട്. എന്നിട്ട് എന്തിനാ മരിക്കാനോ? എല്ലാ സ്ത്രീകളെയും പോലെ
വലിയ സൗകര്യങ്ങളുള്ള വീട്ടിൽ താമസിക്കണമെന്ന് ഞാനും സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ ആ സ്വപ്നത്തിൽ തകരണത് നമ്മുടെ ജീവിതാന്നറിഞ്ഞപ്പോ ഞാനാ വിളിച്ചത് അച്ഛനെ. ഞാനാ നിർബന്ധിച്ചത് വീട് വിൽക്കാൻ. എന്തെളുപ്പത്തിലാ നീ ഇതൊക്കെ പറയണത്? കണ്ട വട്ടി പലിശക്കാരനും കടക്കാരനും പോലീസുകാരനും കയറി ഇറങ്ങണ ആ വീടിനേക്കാളും മനസമാധാനം തരണ ഈ വാടക വീട് മതി ബാലേട്ടാ നമുക്ക്. എന്ന ഒരു വാക്ക് പറഞ്ഞോടായിരുന്നു നിനക്ക് എന്നോട്. എന്റെ വേർപ്പിന്റെ വില നീ കണ്ടില്ലല്ലോ. അതിന്റെ മാഷേ, നിങ്ങൾ ഈ അധ്യാപകർ ഇങ്ങനെയൊക്കെ തുടങ്ങിയ എങ്ങനെ? പെണ്ണൊരുമ്പട്ട നടക്കാത്ത കാര്യണ്ടോ വിജയേട്ടാ? അതെ, സൂറ ടീച്ചറും കൂടി പോയ സ്കൂളാകെ ഉറങ്ങൂട്ടോ. ചിന്താ സുക്കൂറിന്റെ കൂടെ ടീച്ചർ ഇത്രയും കാലം നിന്നത് ഓന്റെ മഹാഭാഗ്യം. അത് ശരിയാ. പക്ഷെ അവനുണ്ടല്ലോ ആ എഞ്ചിനീയർ, അവൻ ആള് ഇത്തിരി പെശക. പിന്നെ ആ പാവം ബാലനെ വീട് പണിയുടെ കാര്യത്തിൽ ഇങ്ങനെ കുത്തുപാള എടുപ്പിച്ചവനല്ലേ? അതെ, അതിന് എഞ്ചിനീയറെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? അയാളോട് പറഞ്ഞ പ്ലാനിലെ അയാൾ പണിയാ. പക്ഷേ കാര്യം ഇങ്ങാട് വാ. ആളുകളെ കാണിക്കാൻ വേണ്ടി വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. 50 ഉറുപ്പ്യക്ക് ചാള മേടിച്ച് കൂട്ടാൻ വെക്കാൻ പറ്റാത്തവനും വീട് പണിയുമ്പോ കൊട്ടാര പണിയുള്ളൂ. അത് തന്നെയല്ല മാഷേ, ആ ടീച്ചർ ആള് ശരിയല്ല. ആ നെയ് പോലെ ഇരിക്കുന്ന ശരീരം ഉണ്ടല്ലോ, അതെന്താ? എന്താ? എന്റെ നെയ്മീൻ, എന്റെ നത്തോലി, എന്റെ ആവോലി. അവസാനം എന്റെ MIT കൂടെ പോകുന്നായപ്പോ ആ വലയെന്ന് പതുക്കെ ഞാനങ്ങൂരി. ചിന്തയും ടീച്ചറും ഒരിക്കലും യോജിക്കില്ല. പക്ഷെ എഞ്ചിനീയറും ടീച്ചറും അത് പിന്നെയും യോജിക്കും. നാട്ടുകാരുടെ പച്ചറ എന്നാ നിൽക്കാതെ എഴുതിട്ട് പോടാ. അപ്പോ ചിന്തിച്ച് സുക്കൂറും തീരുമാനം എടുത്ത് ടീച്ചറും. നിങ്ങൾ പറഞ്ഞ അഡ്വാൻസ് തുക മുഴുവനുണ്ട്. ബാക്കി രജിസ്ട്രേഷൻ്റെ അന്ന് ദാ. എടാ വാങ്ങിക്കൂ. അച്ഛൻ വാങ്ങിച്ചോളൂ. മോഹിച്ചു പണിത വീട് വിൽക്കുന്നതിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. നിറഞ്ഞ മനസ്സോടെ ആയിരിക്കണം എനിക്കിത് തരേണ്ടത്. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ദൈവമായിട്ടാ നിങ്ങളെ ഇവിടെ എത്തിച്ചത്. ഇത് പൂർത്തിയാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അത്ര പ്രയാസത്തിലാ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഓ, അങ്ങനെയാണ്. ശരി. എന്നാ ശരി. ഓ, എന്റെ ഈശ്വരാ, സമാധാനമായി. ഒരു വലിയ ആപത്ത് ഇത് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേ. മോനെ, നിന്റെ മോഹം എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടില്ല ബാല. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നിന്റെ തല കുനിയുന്നത് കാണാൻ അച്ഛനും വയ്യ. ഒന്നും നഷ്ടപ്പെടാനില്ലടാ. നിന്റെ അധ്വാനത്തിന്റെ പങ്ക് കൂടി അതിനകത്തുണ്ട്. പിന്നെന്താ, നിന്ന് സമയം കളയാതെ കൊടുക്കാനുള്ളവർക്കൊക്കെ കട കൊടുത്ത് തീർക്ക്. എന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനമായിട്ട് കിടന്നുറങ്ങും. നിന്റെ കുഞ്ഞുങ്ങളെ കൂടെ ഒരു 10 ദിവസമെങ്കിലും താമസിച്ചാക്കൊള്ളാവുന്ന ഈ അച്ഛൻ ആഗ്രഹമുണ്ടാ. താനിതാദ്യം കയ്യിൽ വെക്കി. എന്നിട്ടിതേ ഇതിലൊന്നും ഒപ്പിട്ടെ. ഇപ്പം അനുവദിച്ച 15 വർഷത്തെ കാലാവധി ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ നീട്ടിത്തരാം. പിന്നെന്താ? വേണ്ട സർ. പക്ഷേ കടക്കണിയിൽപ്പെട്ട ആത്മഹത്യക്ക് മുതിരുന്നവർക്ക് നീട്ടിക്കൊടുക്കണ സർ കാലാവധി. ഒരു 3 മാസം മുമ്പ് ജപ്തിക്ക് നോട്ടീസ് അയച്ച സെയ്താലി എന്നൊരാളെ ഓർമ്മയില്ലേ സാറിന്? അവസാനം നിങ്ങളുടെ ദാക്ഷിണ്യം കൊണ്ട് ആ പാവം മരിച്ചു. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട സാർ. സന്തോഷം. അല്ല ബാല, ഹിമവാൻ തന്നെ വിളിച്ചാൽ മതി സാറേ, കുഴപ്പമൊന്നുമില്ല. എല്ലാം എണ്ണി നോക്കിയല്ലോ? കണക്കൊക്കെ ശരിയായോ? എല്ലാം ശരിയായി. ആ പിന്നെ കമ്പിക്കാരന്റെ കമ്പി. എടാ, ഇതെന്തിനാന്ന് മനസ്സിലായത് നിനക്ക്? ഒരു ചെറിയ വീടിന്റെ പ്ലാനുമായിട്ട് നിന്റെ അടുത്ത് വന്ന എന്നെ ഈ നിലയിലാക്കി തീർത്തതിന്, പിന്നെ ആ പാവൻ ഷുക്കൂറിന്റെ ഭാര്യയെ അടിച്ചു മാറ്റി കൊണ്ടുപോയതിന്. അടി കിട്ടിയ കാര്യം ടീച്ചറോട് പറയണ്ട കേട്ടോ. മോശം. ഒരു കണക്കിന് നന്നായിടും.
ഇപ്പോ ബാധ്യതകളൊക്കെ കഴിഞ്ഞല്ലോ. അതെ. എന്നാ പിന്നെ അങ്ങനെയാവട്ടെ. ശരി. കുരുവിള മാഷെ. ശരി. അനിമേ. എന്നാ ശരി. ബാല ഈ പോവായില്ലേ? അല്ല, എന്താ ഷുക്കൂർ ഈ കോലത്തില്? ഒന്നും പറയണ്ട ബാല. ഏ? ഓള് പോയിനേശേ കാര്യൊക്കെ കുറച്ച് മോശ. സത്യം പറഞ്ഞ പട്ടിണിയാ. എത്ര അച്ഛനാണ് പട്ടിണി കിടക്കുക? ഇവളും ചിന്തിക്കണ്ടേ? ഇജ്ജും ഞാനൊക്കെ ചിന്തിക്കാത്തൊരു ബൈക്ക് പോയി. അതാ ഒരു കുഴപ്പമുണ്ടായത്. നജി പോട്. ശരി ശരി. അല്ലെങ്കിൽ ഷുക്കൂറേ, ഇത് ഈ വെച്ചോ. ഏത്? ഏതായാലും പണിക്കൊക്കെ പോണതല്ലേ? അല്ലോ അത് വേണ്ടടോ. എനിക്കിത് വേണ്ടടോ. താൻ വെച്ചോ. അല്ല, എനിക്ക് ചവിട്ടാനൊന്നും നിശ്ചയില്ല. ഞാൻ പഠിച്ചോളന്നാല്. എന്നാ ശരി, അന്നെ പഠിച്ചോ സഹായിക്കും. നല്ല ആൾക്കാർക്കൊക്കെ ചിന്ത വരാത്തൊരു ബൈക്കടോ. അടച്ചോ. ഇങ്ങനൊരു വീട് ഇത്രയും കാലം ഞങ്ങൾക്ക് വാടകയൊന്നും നോക്കിയിട്ടല്ല ബാല, കൃത്യമായിട്ട് വീട് നോക്കണ ഒരു കൂട്ടര്. അത്രേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. നന്ദിയുണ്ട്. ശരി, വരട്ടെ. സേതു, കിങ്ങിണി, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ. ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ തേടി നമ്മുടെ ബാലൻ സ്വന്തം മണ്ണിലേക്ക് മടങ്ങുകയാണ്. മണ്ണിന്റെയും മനുഷ്യരുടെയും പാഠശാലയിൽ ജീവിതത്തിന്റെ അധ്യായങ്ങൾ അയാൾ കണ്ടും കേട്ടും പഠിച്ചു. സേതുകൂടി പോയപ്പോ വീടങ്ങട് ഉറങ്ങി. ഞാൻ എത്ര തവണ പറഞ്ഞതറിയോ കുട്ടിയോട്, അകലം വഴിക്കുള്ള ജോലിക്കൊന്നും പോണ്ടാന്ന്. എവിടെ കേക്കാൻ. മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ സുമേ. പിന്നെ ഇപ്പൊ നമ്മള് പറഞ്ഞാലൊന്നും അവരുടെ ചെവി കേറില്ല. പിന്നെ ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു വരട്ടെ. എവിടെ പോയാലും ഉടുക്കത് അവിടെ വരും. പിന്നെന്താ?